ഓക്കെ, അപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോ നമ്മള് കേക്ക്, വൈൻ, ക്രിസ്മസ് ട്രീ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി ഓടി വരും. കേക്ക് എന്ന് പറഞ്ഞപ്പോ ഷംനയുടെ കണ്ണ് വരെ തിളങ്ങി. ഷംന വീട്ടില് കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാറുണ്ടോ? അതെയോ? ഞാൻ ഈ കൊറോണയ്ക്ക് പഠിച്ചൊരു സംഭവമായിരുന്നു കുക്കിംഗ് പഠിച്ചു. അതിലൊരു ദിവസം കേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അന്നാണ് ഈ ബേക്കേഴ്സിനോടൊക്കെ എനിക്കൊരു വലിയ റെസ്പെക്ട് തോന്നിയത്. ബിക്കോസ് അതൊരു ഈസി ജോബ് അല്ല. അത് നമ്മൾ വിചാരിക്കും വെറുതെ ഈ പൗഡർ അങ്ങനെ ഇട്ട് ഇങ്ങനെ കലക്കി കഴിഞ്ഞ് ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ കേക്ക് അങ്ങനെയൊക്കെ വരുന്നത്. കേക്ക് അവനിൽ വെച്ച് എടുത്തു കഴിയുമ്പം കേക്കിന്റെ അടി കരിഞ്ഞു പോയി. ഷേപ്പ് വേറെ പോലെ ഇരിക്കും. വേറെ എന്റെ ഫ്രണ്ട് കുക്കീസ് ബേക്ക് ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഈ ബേക്ക് ചെയ്യുമ്പോൾ ഇത് വേർക്കുന്ന കാര്യം മറന്നുപോയി. അതുകൊണ്ട് കുക്കിയായിട്ട് വെച്ചു, തിരിച്ചു പിസ്സയായി പോയി. ഇത്ര വെച്ചു, കിട്ടുന്ന കുക്കിയുടെ വലിപ്പത്തിൽ വെച്ചു. ഇത് വീർക്കുമല്ലോ. വിശാഖ് ഹൃദയത്തിന്റെ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം കുക്കീസ് മേക്ക് ചെയ്ത് അതൊരു പിസ്സ ആക്കി. എന്നിട്ട് അത് കഴിച്ചോ? ഇത് ഭയങ്കര വലുതാവില്ലേ? നിങ്ങളുടെ വീട്ടില് ഈ ക്രിസ്മസിന് എന്തൊക്കെയാണ് പരിപാടികൾ? അത് പള്ളി പോകുന്നു, അതല്ലാണ്ട് ഉണ്ടാക്കും, പുൽക്കൂട് ഉണ്ടാക്കും, പിന്നെ ക്രിസ്മസ് ട്രീ മേക്ക് ചെയ്യോ? പിന്നെ ഭക്ഷണം തീർച്ചയായിട്ടും പുറത്തുനിന്നായിരിക്കും. ഞാൻ കുക്ക് ചെയ്യില്ല, അങ്ങനെ നിർബന്ധമില്ല. പുറത്തുനിന്ന് ആണെങ്കിലും ഓക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ക്രിസ്മസ് പുറത്തുനിന്നായിരിക്കും ഭക്ഷണം. ശരി, അങ്ങനെയായിരിക്കും. അന്നെങ്കിലും കുറച്ച് റെസ്റ്റ് കൊടുക്കാമല്ലോ. ഈ ഷംന എല്ലാം സെലിബ്രേഷൻസ് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ആളാണ്. അപ്പൊ ക്രിസ്മസിന് വീട്ടില് ക്രിസ്മസ് ട്രീ എന്തായാലും ഉണ്ടാവും. പുൽക്കൂട് ഉണ്ടാക്കുവോ? പിന്നെ പാട്ട് പാടുവോ? പാട്ട് ഞങ്ങള് പാടും. ഡാൻസ് കളിക്കും. ഞങ്ങള് പാർട്ടി ചെയ്യും. കസിൻസ് എല്ലാം കൂടെ വെച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് എന്റെ സിസ്റ്റേഴ്സും മക്കളുമാണ്. ഷംനയ്ക്ക് 2 ചേച്ചിമാരുണ്ട്. മൂന്നാമത്തെ ആളെവിടെ പോയി? 3 ചേച്ചിമാർ. എനിക്ക് 3 ചേച്ചി ഒരു ചേട്ടനും ഉണ്ട്. ഇവർക്ക് എല്ലാരും കൂടി 9 മക്കളുണ്ട്. ഇനി പുറത്തുനിന്ന് ആൾക്കാർ ആരും വിളിക്കണം. പുറത്തുനിന്ന് ആൾക്കാർ വേണ്ട, കരോളൊക്കെ ഇവര് തന്നെയാണ്. ഞാൻ ഈ കൊറോണയുടെ സമയത്ത് പറഞ്ഞു, കല്യാണം നടത്താന്ന് വിചാരിച്ചാലും കുടുംബം തന്നെ 30 ഉണ്ടാവും, അതിലും കൂടും. എങ്ങനെയെങ്കിലും 50 ആവും. അത് മാത്രല്ല, എനിക്ക് പ്രോഗ്രാം ഒക്കെ കിട്ടിക്കഴിയുമ്പോ ഇപ്പൊ അതില്ലല്ലോ. പക്ഷെ പണ്ടൊക്കെ ക്രിസ്മസിന്റെ അന്ന് പ്രോഗ്രാമോ വീട്ടിലല്ലേ അടിപൊളി. ആ ദിവസം എനിക്ക് വീട്ടിലിരുന്ന് ആഘോഷിക്കണം, അതാണ് ഇഷ്ടം. ഷംനയുടെ റിലേറ്റീവ്സിന് ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ട് ഷംന ഗസ്റ്റ് ആയിട്ട് വരുന്ന ഏത് പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്താണെങ്കിലും അതിന് റേറ്റിംഗ് കൂടും. അത്രയും വീട്ടിലെ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ടാണ് എല്ലാവരും ഷംനെ വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഇവരെല്ലാവരും കാണും. അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡ് ഒരുപാട് പേര് കാണുമെന്നുള്ള സന്തോഷമാണ് നമുക്ക്. ഞാനത് തന്നെയാണ്, ശ്വാസികയുടെ ഇത് നല്ല പോപ്പുലർ ആണ്. വെരി ഗുഡ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. നമ്മുടെ ഭയങ്കര ലൗഡ് അല്ല. ഈ അമൃത ടി.വി. അതാണ് ആക്ച്വലി അവർ എല്ലാം ഷോസും. എനിക്ക് ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഒരു ഡാൻസ് റിയാലിറ്റി ഷോ വന്നത് കേരളത്തിൽ സൂപ്പർ ഡാൻസർ ആണ്. നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇതാണ് റിയാലിറ്റി ഷോ. റിയാലിറ്റി ഷോ, പാട്ട് എല്ലാം അമൃത ടി.വി. ആണ്. അപ്പം പണ്ട് സൂപ്പർ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ടു, പ്രോപ്പർട്ടി റൗണ്ടോ അതെന്താണെന്ന്. ഇപ്പൊ നമ്മള് ഒരു റിയാലിറ്റി ഷോന് ഇരിക്കുമ്പം കുട്ടികൾ നമുക്ക് പഠിപ്പിച്ചു തരും. പ്രോപ്പർട്ടി റൗണ്ട് ആണ് ഇതാണ്. അതെ, സോ അത്രയും ഡിഫറൻസ് ഉണ്ട്. അതെ, പക്ഷെ എല്ലാം ഈ പറഞ്ഞ പോലെ ശാന്തമായിരിക്കും. അതുകൊണ്ട് ഞങ്ങള് ശാന്തമായ ഈ ക്രിസ്മസ് എപ്പിസോഡിലേക്കും നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ സ്വാഗതം ചെയ്യാണ്.